10th പ്രിലിംസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി ഫിസിക്സ് ഭാഗത്ത് നിന്നും കുറച്ച് ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. എന്താണ് കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരി. 2ഉം 4ഉം ആണ് ശരി. നോക്കാം. കോൺകേവ് ലെൻസ് വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. പിന്നെ പറയുന്നത് കോൺകേവ് ലെൻസിൽ അപവർത്തനം സംഭവിച്ച രശ്മികൾ യഥാർത്ഥത്തിൽ കൂടിച്ചേരാത്തതിനാൽ ഒരു മിഥ്യാബിംബമാണ് ലഭിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആങ്സ്ട്രോം എന്ന ഏകകം ഉപയോഗിച്ച് അളക്കുന്നത് താഴെ പറയുന്നതിൽ ഏതിനൊക്കെയാണ്? ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 4ഉം. ഏതെല്ലാണ്? പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം, അതുപോലെ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും വലിപ്പം, പിന്നെന്താണ് ആറ്റങ്ങൾ തമ്മിലുള്ള അകലം. ഇതാണെന്ത് ആങ്സ്ട്രോം എന്ന ഏകകം ഉപയോഗിച്ച് അളക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന്റെ ചലനത്തിലോ രൂപത്തിലോ മാറ്റം വരുത്താൻ കഴിവുള്ള ഭൗതിക അളവിനെ ഡാഷ് എന്ന് പറയുന്നു. അതാണ് ബലം. എന്താണ് ബലം? ഒരു വസ്തുവിന്റെ ചലനത്തിലോ രൂപത്തിലോ മാറ്റം വരുത്താൻ കഴിവുള്ള ഭൗതിക അളവിനെ ബലം എന്ന് പറയുന്നു. അടുത്തത്, താഴെ പറയുന്നവയിൽ ഫോസിൽ ഇന്ധനത്തിന് ഉദാഹരണം ഏതാണ്? ഏതാണ് ഫോസിൽ ഇന്ധനത്തിന് ഉദാഹരണം? ഉത്തരം ഓപ്ഷൻ എ കൽക്കരി. ഏതാണ്? കൽക്കരി. അടുത്ത ചോദ്യം, ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലമുളവാക്കാനുള്ള ദ്രാവകത്തിന്റെ സവിശേഷ സ്വഭാവം ഏത്? അതാണ് വിസ്കോസിറ്റി. ഏതാണ്? വിസ്കോസിറ്റി. അടുത്തത്, ഒരു ലെൻസിന്റെ പവർ അളക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് യൂണിറ്റിലാണ്? എന്താണ് ഒരു ലെൻസിന്റെ പവർ അളക്കുന്നത്? അത് ഡയോപ്റ്ററിലാണ്. ഏതാണ്? ഡയോപ്റ്റർ. അടുത്തത്, തരംഗദൈർഘ്യം കുറയുമ്പോൾ പ്രകാശത്തിന്റെ ആവൃത്തിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? തരംഗദൈർഘ്യം കുറയുമ്പോൾ പ്രകാശത്തിന്റെ ആവൃത്തിക്ക് എന്താ സംഭവിക്കുന്നു? അത് കൂടുന്നു. ഏതാണ്? കൂടുന്നു. അടുത്തത്, താഴെ പറയുന്നതിൽ എന്തിനെക്കുറിച്ചാണ് ഓം നിയമം പ്രതിപാദിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ വോൾട്ടേജ്, കറന്റ്, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ബന്ധമാണെന്ത്? ഓം നിയമം. അടുത്തത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് ആണ് ഡാഷ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് ആണ് എന്ത്? ടെസ്ല. ഏതാണ്? ടെസ്ല. അടുത്തത്, ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പാസ്കൽ നിയമം. പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് ഊർജ്ജമാണ് രാസോർജ്ജമായി മാറുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രകാശോർജ്ജം. അടുത്തത്, റേഡിയോ തരംഗങ്ങൾ ഡാഷ് തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. റേഡിയോ തരംഗം എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗമാണ്. അടുത്തത്, താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ് പ്രകാശത്തിന്റെ വേഗം ഏറ്റവും കൂടുതൽ? അത് ശൂന്യതയിലാണ് പ്രകാശത്തിന്റെ വേഗം ഏറ്റവും കൂടുതൽ. ഒരു ഫ്യൂസ് വയറിന്റെ പ്രധാന ഗുണങ്ങൾ എന്തെല്ലാമായിരിക്കണം? ഒരു ഫ്യൂസ് വയറിന്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ഉയർന്ന പ്രതിരോധവും കുറഞ്ഞ ദ്രവണാങ്കവും. ഉയർന്ന പ്രതിരോധവും കുറഞ്ഞ ദ്രവണാങ്കവുമാണ്. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.